ഈ കേസിൽ നിതിൻ ഉണ്ണിയെ ഒന്നാം പ്രതിയാക്കിയിരിക്കുകയാണ്. കുറ്റം പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചാൽ നിതിന്റെ വീട്ടിലാണ് പോലീസ് കയറിയത്. ആ നിതിൻ പ്രതിഷേധിക്കുമ്പോൾ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കുറ്റം ചുമത്തുകയാണ് പോലീസ്. അതെ, വാദി പ്രതിയാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. നിതിൻ ഒരു കോളേജ് അധ്യാപകൻ കൂടിയാണ്. CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. അർജുൻ ആയങ്കയെ കണ്ണൂരിൽ പോലീസ് ലൊക്കേറ്റ് ചെയ്തതിന് ശേഷമാണ് പാതിരാത്രിയിൽ ഈ തെരുവ് ഗുണ്ടായിസം പോലീസ് നടത്തിയത്. അപ്പൊ ഇവിടെ അച്ചടക്കമുള്ളൊരു പോലീസ് കേരളത്തിലുണ്ടോ? അച്ചടക്കമുള്ളൊരു പോലീസ് കേരളത്തിലുണ്ടായിരുന്നു. ഇന്ന് ആ പോലീസിനെ വഴിപഴപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ പോലീസ് രാജിനെതിരായിട്ടുള്ള പ്രതിഷേധം. അവിടെ സ്ത്രീകളും കുട്ടികളും ആബാലവൃദ്ധ ജനങ്ങളാണ് ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. അതിന്റെ മുമ്പിൽ നിന്ന ഇരയാണ് നിതിൻ. അവിടെ ഒരു ഇരയാണ്. നിതിന്റെ വീടാണ് ആദ്യം റെയ്ഡ് ചെയ്തത്. ആ ഇരയാണ് പ്രതിയാക്കിയിരിക്കുന്നത്. ഇത്ര വിചിത്രമായ ഒരു ജനാധിപത്യമാണ് കേരളത്തിൽ ഇന്ന് ഈ പോലീസ് രാജിലൂടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതെ, തങ്കമണി എന്ന ആളിന്റെ വീട്ടിൽ കടന്നു ചെന്നപ്പോഴാണ് അവിടെ ഉള്ള ആ സ്ത്രീയുടെ കൈക്ക് പോലീസുകാർ പിടിച്ച് മാറ്റുന്ന അവസ്ഥയുണ്ടായത്. അവർ നേരിട്ട് ഞങ്ങളോട് ഇക്കാര്യങ്ങൾ പറഞ്ഞതാണ്. ഞങ്ങൾ ഇത് സംബന്ധിച്ച് പരാതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ അവകാശ ലംഘനങ്ങൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇതിനകത്ത് പരാതിയായിട്ട് ഉന്നയിക്കാൻ പോകുന്നത്. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ പരാതികളെല്ലാം തന്നെ ഞങ്ങൾ നൽകും. ഞങ്ങളത് ഓപ്പണായിട്ട് തന്നെ പരസ്യമായിട്ട് ഞങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും വരുന്ന ദിവസങ്ങളിൽ ആ പരാതി രേഖാമൂലം തന്നെ ആ പരാതികൾ ഇന്നോ നാളെയോ ആ പരാതികൾ നൽകും. മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെയുള്ള സോഷ്യൽ മീഡിയയിലെ ചില കണ്ടന്റുകളൊക്കെ മെറ്റ നീക്കം ചെയ്യുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി അതിനെ സംബന്ധിച്ച് വിശദീകരണം നൽകി. സർക്കാരിനെതിരെ റോളും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. മുഖ്യമന്ത്രി ഒരു ഭീരുവാണ്. വിമർശനങ്ങളെ ഭയപ്പെടുന്ന നമ്മുടെ കേരളം കണ്ട ഒരു ഭീരുവായ മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ. അതിനപ്പുറത്തേക്കൊന്നും പറയേണ്ടതില്ല. കാരണം ഒരു സോഷ്യൽ മീഡിയ, ഇപ്പൊ ഞങ്ങളൊക്കെ വളരെ താണ പാർട്ടി പ്രവർത്തകരാണ്. ഞങ്ങൾക്കൊക്കെ ഒരു ദിവസവും 100, 200, 300 സാമൂഹിക മാധ്യമങ്ങളിലൂടെ തെറി കേൾക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളൊന്നും ഇതിനെ കൂസാറയില്ല. കാരണം ഇതെല്ലാം ജനങ്ങളല്ലേ വിലയിരുത്തേണ്ടത്. MDMA കച്ചവടക്കാരൻ 4500 ഫേസ്ബുക്ക് പോസ്റ്റാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇട്ടിട്ടുള്ളത്. അയാൾ ചീഫ് കോർഡിനേറ്റർ ആയിരുന്നു. അപ്പോൾ ചീഫ് കോർഡിനേറ്റർ ആയിട്ടുള്ള, ആദ്യം യൂത്ത് കോൺഗ്രസുമായിട്ട് ബന്ധമില്ല എന്നാണ് ഒരു നേതാവ് പറഞ്ഞത്. പിന്നെ ഒരു മന്ത്രി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറയുന്നു അയാൾ യൂത്ത് കോൺഗ്രസിൽ എന്നോ മെമ്പറായിരുന്നു. പക്ഷെ പിന്നീടാണ് സാമൂഹ്യ അക്കൗണ്ടുകൾ തുറന്നു നോക്കുമ്പോഴാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കൂടപ്പുറപ്പാണ്. മുഖ്യമന്ത്രിയുടെ വീട്ടിലാണ് അദ്ദേഹത്തിന്റെ ഊണും ഉറക്കവും എല്ലാം എത്രയോ നാളുകളായി തുടങ്ങിയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഈ MDMA കേസിൽ മുഖ്യമന്ത്രിയുടെ സാമൂഹ്യ സോഷ്യൽ മീഡിയ പിടിക്കപ്പെട്ടത്. ഈ മഞ്ഞുമലയുടെ ഉള്ളിലേക്ക് പോയാൽ എത്രയോ ഭീകരമായ സംഭവങ്ങളാണ് കേരളം ഇനി കാണാൻ വേണ്ടിയിരിക്കുന്നതെന്നറിയാം. ഇന്നലത്തെ FIR പരിശോധിക്കുമ്പോൾ KP ഉദയഭാനുവിനെ പറ്റി പറയുന്നത് സംസ്ഥാന സെക്രട്ടറി അംഗം എന്നൊക്കെയാണ്. അതായത് സംസ്ഥാന സമിതി അംഗമെന്ന് പോലും പോലീസിന് വ്യക്തതയില്ലേ? അതോ പോലീസ് ആരെങ്കിലും പറഞ്ഞ കേട്ട് FIR ഇടുന്ന സ്ഥിതിയിലേക്ക് മാറിയോ? പോലീസ് അവിടെ റെയ്ഡിനെത്തിയത് ഏതോ കോൺഗ്രസ് നേതാക്കന്മാർ കൊടുത്ത ഇൻഫർമേഷനെ തുടർന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്ന സംഭവങ്ങൾ ഈ സർക്കാർ തുടക്കം മുതൽ തുടങ്ങി വെച്ചിരിക്കുന്നു. എന്നുവെച്ചാൽ അടിയന്തരാവസ്ഥയ്ക്കാണ് ഈ ആളുകളെ ചൂണ്ടിക്കാട്ടി അവരെ അറസ്റ്റ് ചെയ്ത് മർദ്ദിച്ച് ജയിലിലടയ്ക്കുന്ന അനുഭവം കേരളത്തിലുണ്ടായിട്ടുള്ളത്. അത് അടിയന്തരാവസ്ഥയ്ക്കാണ്. ഈ അടിയന്തരാവസ്ഥയുടെ ഓർമ്മകൾ, ആ ഓർമ്മകളാണ് ഇപ്പോൾ നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. ഒരു മുണ്ടുടുത്ത മോദിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറുന്നു എന്നുള്ളതാണ് അപഹാസ്യമായ കാര്യം.